വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി ചാർജ് എടുക്കാനെത്തി LDF BJP പ്രതിഷേധം. തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്തിൽ സെക്രട്ടറിയുടെ നിയമനത്തെ ചൊല്ലി പ്രതിഷേധം. 4 മാസം മുൻപ് ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയ പഞ്ചായത്ത് സെക്രട്ടറി സിന്ധു ഇന്ന് വീണ്ടും ചാർജ് എടുക്കാനെത്തിയതോടെയാണ് LDF പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. സെക്രട്ടറിയെ വീണ്ടും പഞ്ചായത്ത് നിയമിച്ചതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി സെക്രട്ടറിയുടെ മുറി പൂട്ടിയതായും വിവരമുണ്ട്. മുൻപ് പഞ്ചായത്തിൽ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന സിന്ധുവും പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിയും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായി അഭിപ്രായ ഭിന്നതകളും തർക്കങ്ങളും നിലനിന്നിരുന്നുവെന്നാണ് വിവരം. ഇതേ തുടർന്നാണ് 4 മാസം മുൻപ് സിന്ധുവിന് സ്ഥലം മാറ്റം ലഭിച്ചത്. എന്നാൽ പുതിയ സർക്കാർ അധികാരത്തിലെത്തിയതിന് പിന്നാലെ സിന്ധുവിനെ വീണ്ടും വെള്ളനാട് പഞ്ചായത്തിലേക്ക് നിയമിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ സിന്ധു ചാർജ് എടുക്കാൻ എത്തിയപ്പോഴാണ് ഭരണപക്ഷമായ LDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. 40 വർഷം ഒരിക്കലും തോക്കാത്ത ജനപ്രതിയാണ് പഞ്ചായത്ത് സിന്ധു. ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ജില്ലാ പഞ്ചായത്ത് 2 പ്രാവശ്യം മത്സരിച്ചു. ഇപ്പോൾ പഞ്ചായത്ത് സിന്ധു ഇപ്പോൾ 6ാമത്തെ തവണയാണ് പഞ്ചായത്ത് സിന്ധാവുന്നത്. ഈ പഞ്ചായത്തിൽ ഇപ്പം ഞങ്ങൾ LDF 11 പേരുണ്ട്, BJPക്ക് 6 പേരും 5 പേരുണ്ട്. അവർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. കോൺഗ്രസിന് 4 ഉള്ളൂ. അതിൽ 2 പേര് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതാണ്. പരസ്യമായിട്ടില്ലെങ്കിൽ രഹസ്യമായിട്ട് അവർക്ക് യഥാർത്ഥം 2 പേരേ ഉള്ളൂ. പിന്നെ ഈ ഞങ്ങൾ സെക്രട്ടറി വന്ന് സത്യപ്രതിജ്ഞ ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോയി, പഞ്ചായത്തിൻ്റെ വണ്ടി. എൻ്റെ വണ്ടി വണ്ടിയിട്ടിട്ട് പിടിച്ചു. ഈ വേറെ ആളുകൾ വണ്ടി ഓട്ടിക്കരുതുകൊണ്ട് വഴിയിട്ട് തടസ്സപ്പെടുത്തി. ഞാൻ അവിടെ ഇരുന്നിട്ട് അവസാനം പോലീസ് വന്നിട്ട് എവിടെ വേണം വണ്ടി പോകുന്നത്, ഞാൻ എങ്ങനെ പോകണമെങ്കിൽ വീട്ടിൽ പോയി. പിന്നെ 2 മാസം 3 മാസം വണ്ടി തന്നില്ല. ഞാൻ എടുക്കാൻ പറ്റില്ല. ഞാൻ വാടകയ്ക്ക് വണ്ടി പിടിച്ച് പ്രസിഡന്റ് ബോർഡ് വെച്ച് ഓടി. ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അവരുമായി ഇന്നവരെ ഈ ദിവസം പഞ്ചായത്ത് ദിവസം സത്യപ്രതിജ്ഞ ചെയ്തതിൻ്റെ അന്ന് മുതൽ ഇന്ന് വരെ സംസാരിക്കുകയോ എൻ്റെ മുറി വിളിക്കുകയോ അവരുടെ മുറി പോവുകയോ അവർ കമ്മിറ്റിക്ക് വരെ ഒന്നും ചെയ്തിട്ടില്ല. 11 കമ്മിറ്റി വിളിച്ചു, 15 കമ്മിറ്റി അംഗീകരിച്ചിട്ടില്ല. അവർ മാസം 1,07,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. പാവപ്പെട്ട ആളുകൾ ഒരു കാര്യം നിവർത്തിയില്ല. ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്ത് മെമ്പർമാരെല്ലാം കൂടെ 10 ലക്ഷം രൂപ മറിച്ച് ഞങ്ങൾ വികസന സെമിനാർ നടത്തി, വർക്കിംഗ് ഗ്രൂപ്പ് നടത്തി. പിന്നെ അടുത്ത് ഈ സ്ത്രീ സുരക്ഷാ പദ്ധതി ഇവർ കൊണ്ടുപോയി അതിനെ പിടിച്ച് അവർ ജീവനക്കാർ വാങ്ങിച്ചിരുന്നു, അത് ചെയ്തു. പിന്നെ ഈ മുടിപ്പരയിൽ ഏകദേശം 2 ലക്ഷം രൂപയ്ക്ക് 10-100 തൊഴിലാളികൾ ജോലി പൈസ കൊടുത്തില്ല. പിന്നെ വണ്ടി ഡീസൽ ഞാൻ അവസാനം ഒരു ഡ്രൈവർ വന്നു. എനിക്ക് ഡ്രൈവർ സസ്പെൻഡ് അധികാരം ആ അധികാരം ഉപയോഗിച്ച് സസ്പെൻഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവൻ താക്കോൽ എനിക്ക് വന്നു. അപ്പോൾ ഇപ്പോൾ എൻ്റെ കൂടെയാണ് അയാൾ. പിന്നെ ഒരു താക്കോൽ സെക്രട്ടറി ഇരിപ്പുണ്ട്, അത് മുറിക്കാതെ ആ മുറി ഞാൻ പൂട്ടിക്കുകയാണ്. പല പൂട്ടി. പിന്നെ ഇന്നേ വരെ ഒരു പരിപാടിയിലേക്ക് പങ്കെടുത്തിട്ടില്ല, 1 രൂപയും ചിലവാക്കിയിട്ടില്ല. ബോധിക്കാൻ വരും, ബോധിക്കാൻ പോകും, ആരോട് ചോദിക്കില്ല. എന്തെങ്കിലും ചോദിച്ചാൽ അവിടെ നിന്ന് വണ്ടി എടുത്ത് കേസ് കൊടുക്കാൻ പറ്റും. എൻ്റെ 2 പീഡന കേസുണ്ട് ഹൈക്കോടതി. ഇവിടെ കൊടുത്ത് ഹൈക്കോടതി പോയി സ്റ്റേ വാങ്ങിച്ചു 2 ലക്ഷം രൂപ. ഈ പന്നി കേസിന് കൊടുത്ത് അതും കൂടെ ഞാൻ ജയിലിലായിപ്പോയി. അതുകൊണ്ട് ഞാൻ 2 ലക്ഷം രൂപ കൊടുത്ത് സ്റ്റേ വാങ്ങിച്ചു. വനിതാ കമ്മീഷനിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എനിക്ക് 76 വയസ്സായി. ഈ പാരമ്പര്യമുള്ള എന്നെ ഇതിൽ അധിക്ഷേപിക്കാവുന്നില്ല. ഞാൻ വളരെ ക്ഷമയോടെ ഈ പഞ്ചായത്ത് മെമ്പർമാരെ വാക്കെല്ലാം കേട്ട് ക്ഷമയോടെ ന്യൂസ് ചെയ്തു. അവസാനം പിന്നെ ട്രാൻസ്ഫർ ചെയ്തപ്പോൾ ട്രൈബ്യൂണലിൽ പോയി സ്റ്റേ വാങ്ങിച്ചു. ട്രൈബ്യൂണലിൽ വിധി ഉണ്ടായി. വിധി എങ്ങനെയാണ്? 76 പേരെ മാറ്റിയത് 71 പേർക്ക് പരാതിയില്ല. എന്നാൽ 4 പേർക്ക് പരാതിയുള്ളൂ. ആ പരാതി ഗവൺമെൻറ് സെക്രട്ടറി കേട്ട് ഒരു ഉചിതമായ തീരുമാനം ഗവൺമെൻറ്. അപ്പോൾ മറ്റ് 3 സെക്രട്ടറിമാരെ വിളിച്ച് അവർ അന്ന് ചെന്നു. ഒരു 3ാമത്തെ പ്രാവശ്യമാണ് തന്നത്. ചെന്നപ്പോൾ അവർ നാവായിക്കുളത്തോളം മാറ്റിയത്. നാവായിക്കുളത്ത് പോകാൻ പറ്റില്ല, എനിക്ക് അടുത്തത് പോകും. എവിടെ വേണോ? കുറ്റിച്ച കൊടുത്തു. ഇവിടെ സെൻഡ് ഓഫൊക്കെ ജീവനക്കാർ നടത്തി. പക്ഷേ സെൻഡ് ഓഫ് നടത്തിയപ്പോഴും പിന്നെ നടത്തിയിട്ട് പോയില്ല. ഇലക്ഷൻ ഡ്യൂട്ടിയൊന്നുമില്ല. ഇലക്ഷൻ വിളിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ വണ്ടി എൻ്റെ കസ്റ്റഡിയിലായി. ഡ്രൈവറെ സസ്പെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അവൻ താക്കോൽ ഇപ്പോൾ എഴുതിയിരിക്കുകയാണ്. ആ സെക്രട്ടറി മുറി വേറെ പൂട്ടി അതും എഴുതിയിരിക്കുകയാണ്. 5 മാസമൊക്കെ ഭരണസ്ഥപനം ഉണ്ടായാൽ ആളുകൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ നിവർത്തിയില്ല. 440 ഫയൽ ഇവിടെ പെൻഡിങ്ങാണ്. 440 ഫയൽ. ചാർജ് എടുക്കാൻ വന്നതാണ്. 2 മാസത്തോളം ഞാൻ സുഖമില്ലാതെ ലീവിലായിരുന്നു. അപ്പോൾ ഇന്നാണ് വന്ന് ചാർജ് എടുത്തത്. അപ്പോൾ ചാർജ് എടുത്തപ്പോഴത്തേക്ക് എനിക്കിവിടെ എന്നെ കയറേണ്ടതെന്നാണ് പറയുന്നത്. ഇവിടെ നിന്ന് ജോലിക്ക് വരണ്ട, പൊയ്ക്കോളാനാണ് പ്രസിഡന്റും കൂട്ടരും പറയണത്. അപ്പം ഞാൻ ഇരിക്കുന്ന മുറി എനിക്ക് തുറന്നു തന്നില്ല. ഇത്ര നേരം വരെ എനിക്ക് മുറി തുറന്നു തന്നിട്ടില്ല. പ്രസിഡന്റിന്റെ കയ്യിലാണ് താക്കോലിരിക്കുന്നത്.
അപ്പോൾ ഇവർ ഇത്ര നേരമായിട്ട് എനിക്ക് മുറി തുറന്നു തരാം, ഞാൻ ഇവിടെ തന്നെ എന്നെ ഇരിക്കുന്നത്. അപ്പോൾ അതിനുള്ള ഒരു പ്രതീക്ഷ, ഞാൻ ഇവിടെ നിന്ന് മാറണം എന്നുള്ള ഒരു പ്രതിഷേധവും വെളിയിൽ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ UDF ഭരണകാലത്താണ്, LDF ഭരണകാലത്താണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ഞാൻ അന്നോട്ട് എൻ്റെതായിട്ടുള്ള ജോലികളെല്ലാം ഞാൻ കറക്റ്റായിട്ട് ഞാനൊരു കൈക്കൂലി മേടിക്കാതെയും കാര്യങ്ങളെല്ലാം നന്നായിട്ട് അന്വേഷിച്ചാലും അറിയാൻ പറ്റും, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യണം. അതിനുശേഷം ഇപ്പോഴേ UDF ഭരണകാലത്തും ഞാൻ ഇവിടെ നിന്ന് ഇരുന്ന ദിവസം വരെയും ഞാൻ കാര്യങ്ങളെല്ലാം നന്നായിട്ടാണ് ഞാൻ ചെയ്തു പോകുന്നത്. ഇതിൽ വിഷയം എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇരിക്കാൻ കഴിയില്ല. ഒന്നാമത് പ്രസിഡന്റ് പറയണത് ഞാൻ പട്ടികജാതിക്കാരായിട്ട് പ്രത്യേകിച്ച് ഇവിടെ ഇരിക്കേണ്ട, പട്ടികജാതിക്കാർ ഇവിടെ ഇരിക്കേണ്ട. ഒന്നാമത് ആ ജാതിയുടെ പേരിലാണ് പ്രസിഡന്റ് ഇപ്പോഴും പ്രസിഡന്റിന്റെ കൂട്ടുകാർ എന്നെ ആ ഒരു രീതിയിലാണ് കാണുന്നത്. രണ്ടാമത് വെച്ചാൽ പുള്ളി മണ്ണ് മാഫിയയുടെ ആളാണ്. ഞാൻ മണ്ണ് മാഫിയ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ എഞ്ചിനീയറിംഗ് സെക്ഷനിൽ നിന്ന് അവർ പോയി സൈറ്റ് കണ്ട് വന്നതിന് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പാസ് അനുവദിച്ചു കൊടുക്കണം. പക്ഷേ പ്രസിഡന്റ് ഞാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്, പോകാൻ പാടില്ല. പ്രസിഡന്റിന് മണ്ണ് മാഫിയയുടെ വിഷയം വന്നുകൊണ്ടാണ് പ്രസിഡന്റ് എന്നെ ഇവിടെ ഇരുത്താതെ എന്നെ ഇവിടെ ഇരിക്കേണ്ടെന്ന് പറയുന്നത്. കൈക്കൂലി മേടിക്കാം. പ്രസിഡന്റ് ഇത്രയോ രൂപ ഇപ്പം മണ്ണിന്റെ പേരിൽ എല്ലാവരും വിരട്ടി ഇവിടെ ദുരിതാശ്വാസ ഫണ്ടെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മേടിക്കണം. ഞാനിവിടെ ഇരുന്നപ്പോൾ ദുരിതാശ്വാസ ഫണ്ട് നമുക്ക് മേടിക്കാൻ അധികാരമില്ല, ദുരിതാശ്വാസ ഫണ്ടും ഇല്ല. നമുക്ക് 10 പൈസ ഞാൻ ഇന്ന് വരയ്ക്കും ഇവിടെ പറയാം, ഇവിടെ 10 പൈസ ഞാൻ കൈക്കൂലിയേറ്റ് മേടിക്കുക ഒന്നും ചെയ്തിട്ടില്ല. ഇവിടെ വന്ന് അന്വേഷിച്ച് അതിൽ പരിശോധിക്കാന്ന് പറഞ്ഞു. ഞാൻ 10 പൈസ പോലും ആയിരുന്നു. പക്ഷെ എന്നെ ഇവിടെ ഇരുത്താത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു SC-കാരി ആയതുകൊണ്ടും മണ്ണ് മാഫിയയുടെ പേരിൽ പ്രസിഡന്റ് ഇഷ്ടം പോലെ കൈക്കൂലി മേടിക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോഴും ഇവിടെ എൻ്റെ വീടിനടുത്തുള്ള ഒരു ദിനേശൻ എന്ന് പറയുന്ന ഒരു ഡ്രൈവറും കൂടെ ചേർന്ന് ദിനേശൻ എന്നെ മോശമായിട്ടാണ് എന്നെ ചിത്രീകരിക്കുന്നത്. ഇവിടുന്നൊക്കെയാണ് എന്നെ വിളിക്കുന്നത്. ദിനേശൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ മോശമായിട്ട് ചിത്രീകരിക്കുകയാണ്. അവളിവിടെ വരട്ടെ, ഇവർക്ക് ഞാൻ വണ്ടി കൊടുക്കുക, എന്നെ ഒരുമാതിരി മോശമായിട്ടുള്ള രീതിയിലാണ് എന്നെ ചിത്രീകരിക്കണം. എന്ന് വെച്ചാൽ ഈ പ്രസിഡന്റിന്റെ കൂടെ നിന്നുകൊണ്ട് ഇയാൾ എന്നെ ശരിക്കും എന്നെ ദേഹോപദ്രവം ചെയ്യുന്ന പോലത്തെ രീതിയിലുള്ള വാക്കുകളാണ് എന്നെ മാനസികമായിട്ട് എന്നെ പീഡിപ്പിക്കുകയാണ്. ഇവർ എന്നെ അടിക്കാൻ പറ്റുമെങ്കിൽ ഈ ദിനേശൻ എന്നെ അടിക്കുക. എന്നിട്ട് ആ രീതിയിലാണ് ദിനേശൻ എൻ്റെ അടുത്ത് ഇപ്പോഴും കാണിക്കുന്നത്, ഈ രണ്ടുപേരും. അപ്പം ഞാൻ ഇവിടെ ജോലി ചെയ്ത രാവിലെ തൊട്ട് രാത്രി വരെ ദിനേശൻ ഇവിടുത്തെ പഞ്ചായത്ത് വാഹനത്തിൽ ദിനേശൻ കയറി പുറകു സീറ്റിൽ കിടക്കും, പ്രസിഡന്റ് ഫ്രണ്ട് ഇരിക്കും. മഹേഷ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ കൊണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. രാവും പകലും വണ്ടി എടുത്ത് ഓടിക്കണം. വെച്ചാൽ കൂടുതൽ അവർ പോണത് മണ്ണ് മാഫിയായിട്ട് സംബന്ധിച്ച ഒരു വിഷയത്തിലാണ്. അപ്പൊ ഞാൻ ഇതിനെതിരായതുകൊണ്ടാണ് എന്നെ ഇവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഈ പ്രസിഡന്റിന്റെ കൂട്ടാളികൾ എന്നെ ഇങ്ങനെ ഈ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് എന്നെ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാത്ത തരത്തിൽ ഇങ്ങനത്തെ ഒരു ആക്ഷേപങ്ങളും ഉന്നയിച്ചുകൊണ്ട് വരുന്നത്. അപ്പൊ എനിക്ക് ജോലി ചെയ്യണം വെച്ചാൽ സർക്കാരാണ് എന്നെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ ഇരുത്തിക്കണം. സർക്കാരിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ജോലിക്ക് വന്നത്. അല്ലാതെ എനിക്കിവിടെ ജോലി ചെയ്യാതിരിക്കാനോ അഴിമതി ചെയ്യാനോ അല്ല ഞാൻ ഇവിടെ വന്നത്. എനിക്ക് സർക്കാർ ഉത്തരവ് തന്നിട്ടുണ്ട്, ആ ഉത്തരവ് ഞാൻ ഇവിടെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ. പക്ഷെ എനിക്ക് പ്രതിപക്ഷമായ BJP-യുടെ 5 അംഗങ്ങളും സെക്രട്ടറിക്കെതിരായ LDF പ്രതിഷേധത്തിന് പിന്തുണ പ്രഖ്യാപിച്ചതോടെ വിഷയം രാഷ്ട്രീയ വിവാദമായി മാറിയിരിക്കുകയാണ്. സെക്രട്ടറിയെ തിരിച്ചെത്തിച്ചതിനെതിരെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ പഞ്ചായത്തിലെ ഭരണനിർവഹണ രംഗങ്ങളിൽ അനിശ്ചിതത്വം തുടരുകയാണ്. സംഭവത്തിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഇടപെടൽ ഉണ്ടാകുമോ എന്നതാണ് ശ്രദ്ധേയമായ ചോദ്യം. GTV ന്യൂസ്, നെടുമങ്ങാട്.